പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ചില ധർമ്മസങ്കടത്തെ പറ്റിയാണ്. അതെ, ന്യായ അന്യായങ്ങളുടെ ഇടയിൽപ്പെട്ട് പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ തളർന്നു പോകുന്ന സാഹചര്യം മനുഷ്യസഹജമാണ്. പല വേളകളിലും നാമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധർമ്മസങ്കടനത്തിൽ പെടുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് മാർഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം പ്രതീകാത്മകങ്ങളാണ്, സിംബോളിക്കാണ് എന്ന് മാത്രം. അപ്പം ഈ സിംബോളിസത്തിനകത്തുള്ള സൈക്കോളജി അറിയാത്തതാണ് നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാകാതെ പോയി. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭഗവത്ഗീതയിലെ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയും. കുരുക്ഷേത്ര യുദ്ധം നമുക്കറിയാം, ധർമാധർമ്മങ്ങളുടെ ഒരു പ്രതിസന്ധി അത് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ്, കഥാസന്ദർഭമാണ്. കുരുക്ഷേത്ര ഭൂമി എന്ന് പറഞ്ഞാൽ 64 കിലോമീറ്ററോളം വീതിയും 64 കിലോമീറ്ററോളം നീളവുമുള്ള ഒരു പ്രദേശത്ത് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തേരോടിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനും പ്രപഞ്ചശക്തിയാണ്. ദെൻ മനുഷ്യസഹജമായ എല്ലാവിധത്തിലുള്ള ദൗർബല്യങ്ങളും സമ്മിശ്ര വികാര കഴിവുകളും കുറവുകളും ഒക്കെയുള്ള അർജുനൻ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. അപ്പൊ യുദ്ധഭൂമിയിലേക്ക് ചില സമയങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് രണ്ട് പക്ഷമുണ്ടാകാറുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷത്തെ നമ്മൾ മുറുകെ പിടിച്ചേ പറ്റുള്ളൂ. നമ്മളും പലപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവരുള്ള അല്ല നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന ചില പക്ഷത്തൊക്കെ നിൽക്കും. രണ്ട് പക്ഷത്ത് നിൽക്കാൻ പലപ്പോഴും നിഷ്പക്ഷമതികൾക്ക് ആയിട്ടുള്ളവർക്കേ പറ്റുള്ളൂ. അതിന് കുറച്ചുകൂടെയൊക്കെ നമുക്ക് മെന്റലി സ്ട്രെങ്ത് ഉണ്ടാകും. അപ്പം ഭഗവാൻ നേരെ തേരോടിച്ച് മധ്യത്തിലാണ് കൊണ്ട് നിർത്തിയത്. എന്തിനാണെന്നറിയാമോ? ഈ അസ്ത്രത്തിലും ശാസ്ത്രത്തിലും പ്രഗത്ഭനായിട്ടുള്ള ധീരശാലിയായ അർജുനൻ തളരുന്നുണ്ടോ എന്നറിയാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഏത് പക്ഷത്ത് ഏത് ന്യായം എന്ന് അറിയാൻ കിടന്ന് ഉഴലുന്ന ആ തളർച്ച ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ധർമാധർമ്മങ്ങൾ അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരെ എങ്ങനെ വധിക്കും? കൊല്ലുന്നത് പാപമാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധാരണ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ അന്ന് ഈ അർത്ഥശാസ്ത്രത്തെയാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നീതിശാസ്ത്രം എന്ന് പറയുന്ന അർത്ഥശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ റഫർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ തത്വങ്ങൾ നമ്മളിപ്പോൾ പല കാര്യങ്ങളും എടുക്കുന്ന പോലെ എടുത്തുകൊണ്ട് അതിൽ പറയുന്നത്, അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഞാൻ പറയാൻ പോകുന്ന 4-5 ഈ സ്വഭാവമുള്ളവരെ അകറ്റി നിർത്തണം, ശ്രദ്ധിക്കണം, അവരെ വധിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് പറഞ്ഞിരിക്കുന്നതല്ല, ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കൊല്ലുക എന്ന് പറയുന്നത്, ഒന്ന് കുലം മുടിക്കുന്നവനെ വെച്ചുകൊണ്ടിരിക്കുന്നു പറയും, സ്വന്തം കുലത്തെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു. മറ്റൊന്നെന്താണ്? ഈ താമസിക്കുന്ന വീട്, കുടുംബം, ആ കുടുംബത്തെ അതിന് വിരുദ്ധമായിട്ട് പെരുമാറുന്നവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിനെ ആദതായി എന്ന് പറയും. ആദതായി നിയമപ്രകാരം 5-6 കാര്യങ്ങൾ പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റാത്തവരെ അല്ലെങ്കിൽ അധർമ്മികളായിട്ടുള്ള. ഒന്ന്, സ്വന്തം താമസിക്കുന്ന വീടിന് നാശം വിതയ്ക്കുന്നവരായിട്ടുള്ളവരെ അവര് ശരിക്കും ഇവിടെ നിലനിൽക്കേണ്ടവരല്ല, അല്ലെങ്കിൽ അവരോടുള്ള സഹവാസം വളരെ ശ്രദ്ധിക്കുക എന്ന് പറയും. മറ്റൊന്ന്, പുരയിടത്തിന് തീയിടുക. കൃഷിസ്ഥലങ്ങളിലൊക്കെയാണ് പണ്ട് പുരയിടങ്ങളൊക്കെ ഉണ്ടായത്. അത് നശിപ്പിക്കാൻ തീയിടുക എന്ന് പറയും ഏറ്റവും വലിയ പാപം ആയിട്ട് അർത്ഥശാസ്ത്രത്തിൽ പണ്ട് തൊട്ടേ കണക്കാക്കിയിരിക്കുന്നു. അത് നമുക്ക് അറിയിക്കുന്നു. മറ്റൊന്ന്, കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും അഡൾട്രേഷൻ, മാലിന്യം കലർത്തുന്നവർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫുഡിലും മറ്റുള്ള എല്ലാ സ്ഥലത്തും എന്താ സംഭവിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ് അഡൾട്രേഷൻ അല്ലേ. നമ്മൾ പോലും അറിയാതെ മാലിന്യം കലർത്തുന്നവര് ശരിക്കും ഇവിടെ ജീവിക്കാൻ അർഹരല്ല, അധർമ്മികളാണ്, അകൃത്യം ചെയ്യുന്നവരാണ്. അകൃത്യം ചെയ്യുന്നവരെ തെരഞ്ഞു പിടിച്ച് വധിക്കണമെന്നാണ് അന്ന് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയാനാണെങ്കിൽ ഇന്ന് ഈ കലിയുഗത്തിൽ ആരും ജീവിച്ചിരിക്കാൻ അർഹരല്ല, അങ്ങ് പൊളൂട്ടഡ് ആണ്. പിന്നെ അടുത്തെന്താണ്? പിന്നിൽ നിന്ന് ആയുധം എടുക്കുന്നവർ, പിന്നിൽ നിന്ന് കുത്തുന്നവർ. ഇന്നെവിടെ നോക്കിയാലും അത് മാത്രമല്ലേ കാണാനുള്ളൂ, പിന്നിൽ നിന്ന് കുത്തല്. അത് സർവ്വസാധാരണമായിരിക്കുകയാണ്. എവിടെയാണ് അതില്ലാത്തത്? അതാണ് കലിയുഗത്തിന് സംഹാര താണ്ഡവത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നു. പിന്നെ
ധനാപഹരണം നടത്തുന്നവർ, തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റൊരാൾ അറിയാതെ അവന്റെ ധനത്തെ ചൂഷണം ചെയ്യുന്നവർ, ഇവരും അകൃത്യരാണ്. അവരെ ഒരിക്കലും നമ്പാൻ കൊള്ളില്ല. പിന്നെ നമ്മുടെ അധികാരം, ഭൂമി, നിങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന ഭൂമി കൈവശപ്പെടുത്തുന്നവർ, മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി അധീനതയിലേക്ക് ഭൂമി വെച്ചാൽ ഏറ്റവും കൂടുതൽ ആകർഷണ സ്വഭാവമുള്ള ശക്തിയാണ്. ഇതിനെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതിനെ വേറൊരാള് നിങ്ങളറിയാതെ കബളിപ്പിച്ച് വാങ്ങലെന്ന് പറയുന്നത് ഏറ്റവും വലിയ അകൃത്യമായിട്ട് ധർമ്മശാസ്ത്രത്തിൽ പറയുകയാണ്. മറ്റൊന്ന്, നമുക്ക് പത്നിയെ, സ്വന്തം കുടുംബത്തിലുള്ള ഭാര്യയെ അകാരണമായി അപമാനിക്കുന്നവൻ അധർമ്മിയാണ്. അകാരണമായി അപമാനിക്കുക, എപ്പോഴും കുറ്റപ്പെടുത്തുക, തനിക്ക് കൃത്യമായ രീതിയിൽ ഒരു തെളിവില്ലാതെ പൊതുസമൂഹത്തിൽ വെച്ച് കളിയാക്കുക, ആക്ഷേപിക്കുക, അവസരം കിട്ടുമ്പോഴെല്ലാം കുത്തി നോവിക്കുക, ഇവരെല്ലാം അധർമ്മികളുടെ കൂട്ടത്തിൽപ്പെടുന്നു. അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഇവരെ ഒന്നും നമ്പാൻ പറ്റില്ല, ഒഴിവാക്കണം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.